പ്രിയപ്പെട്ട പ്രേക്ഷകർ, അതൊക്കെയാണ് രാവിലെ മുതൽ സംഭവിച്ച വാർത്തകളുടെ തലക്കെട്ടുകൾ. ഒരുപാട് വാർത്തകളുള്ള ദിവസം ഒരുപാട് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഗുഡ് ആഫ്റ്റർനൂൺ നമ്മുടെ കമന്റ് ബോക്സിൽ പറയുന്നു. ഇപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കും. നല്ല ചൂടാണ്. ഏറ്റവും ഒടുവിൽ ചൂടുമായി ബന്ധപ്പെട്ട് വരുന്നത് പാലക്കാട് ഓറഞ്ച് അലർട്ടോട് കൂടിയ താപതരംഗ മുന്നറിയിപ്പാണ്. കൊല്ലം, തൃശൂർ ജില്ലകളിൽ യെല്ലോ അലർട്ടോട് കൂടിയ താപതരംഗ മുന്നറിയിപ്പുണ്ട്. കോഴിക്കോട്, കോട്ടയം, ആലപ്പുഴ ജില്ലകളിലും കൂടുതൽ ജാഗ്രത വേണം എന്നതാണ് മുന്നറിയിപ്പ്. അപ്പോൾ ചൂടിനൊരു കുറവില്ല എന്ന് മാത്രമല്ല, ചൂട് നാൾക്ക് നാൾ മുകളിലേക്ക് കയറാണ്. ഉറപ്പായും ആ വാർത്തയിലേക്ക് നമ്മൾ എത്തും. അതിനു മുമ്പ് ആളിക്കത്തുന്നു ഇ പി ജയരാജൻ വിവാദം. ഇ പി ജയരാജൻ, പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ച വിവാദങ്ങൾക്കിടെ CPM സംസ്ഥാന സെക്രട്ടറി യോഗം തിരുവനന്തപുരത്ത് ചേർന്നു. വിവാദങ്ങളിൽ ഇ പി ജയരാജൻ പ്രതികരിച്ചില്ല. VA ഗിരീഷ് വിവരങ്ങളുമായി ചേർന്നു. ഗിരീഷ്, ഈ യോഗത്തിൽ ഇ പി ജയരാജൻ വിഷയം ചർച്ചയായത് എങ്ങനെയാണ്? എന്താണ് നടപടി? കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമുണ്ടായോ? എന്തെങ്കിലും വിശദാംശം കിട്ടുന്നുണ്ടോ ഗിരീഷ്? ഹാഷ്മി, CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം അല്പം മുമ്പാണ് സമാപിച്ചത്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഈ യോഗത്തിൽ ഇ പി ജയരാജനും പങ്കെടുത്തു. എന്നാൽ ഈ യോഗത്തിന് ശേഷം പുറത്തു വന്ന ഇ പി ജയരാജൻ ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറായില്ല. വിവാദ സംഭവങ്ങളെക്കുറിച്ചും അതോടൊപ്പം തന്നെ സെക്രട്ടേറിയറ്റിൽ നടന്ന ചർച്ചയെക്കുറിച്ചും അദ്ദേഹം മൗനം പാലിക്കുകയാണ് ചെയ്തത്. പാർട്ടി നിർദ്ദേശത്തെ തുടർന്നാണ് ഇക്കാര്യത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ വേണ്ട എന്ന ഒരു നിലപാടിലേക്ക് ഇ പി ജയരാജൻ എത്തിയതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചന. ഏതായാലും വൈകിട്ട് 3:30 പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വാർത്താ സമ്മേളനം വെച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഈ വാർത്താ സമ്മേളനത്തിൽ ഇന്ന് സെക്രട്ടേറിയറ്റിൽ നടന്ന കാര്യങ്ങൾ വിശദീകരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള സൂചന. ഏതായാലും ഇന്നത്തെ വിഷയം തെരഞ്ഞെടുപ്പ് അവലോകനമായിരുന്നു എങ്കിൽ കൂടി ഈ പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ച ഏതായാലും ചർച്ചയ്ക്ക് വരും എന്നുള്ള സൂചനകൾ തന്നെ നേരത്തെ ഉണ്ടായിരുന്നു. ഇക്കാര്യത്തിലും ഇപ്പോൾ ചെറിയ അവ്യക്തത നിലനിൽക്കുന്നു. ഈ വിഷയം ഇന്ന് പരിഗണനയ്ക്കെടുത്തോ, ഇ പി ജയരാജൻ തൻ്റെ ഭാഗം വിശദീകരിച്ചോ തുടങ്ങിയ സംശയങ്ങളും പ്രശ്നങ്ങളുമൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം ഇത് സംബന്ധിച്ച വാർത്തകൾ കൂടുതലായി ഒന്നും തന്നെ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. സംസ്ഥാന സെക്രട്ടേറിയറ്റ് കഴിഞ്ഞിട്ട് കുറച്ച് നേരം മാത്രമേ ആയിട്ടുള്ളൂ. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇക്കാര്യത്തിൽ ഇ പി ജയരാജൻ പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ചയിൽ വലിയ തരത്തിലുള്ള ഒരു അതൃപ്തി CPM സംസ്ഥാന നേതൃത്വത്തിനും അതോടൊപ്പം തന്നെ ഘടകകക്ഷികൾക്കുമുണ്ട്. CPM നേതൃത്വം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട 3 ചോദ്യങ്ങൾ ഇവയാണ്. ഒന്ന്, ഈ 1 വർഷമായിട്ടും ചർച്ചയുടെ കാര്യം എന്തുകൊണ്ട് ഇ പി ജയരാജൻ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇത്തരത്തിലുള്ള ഒരു കൂടിക്കാഴ്ച സ്വാഭാവികമായും നേരത്തെ തന്നെ ഈ ദല്ലാൽ നന്ദകുമാറുമായിട്ടുള്ള സൗഹൃദമൊക്കെ പാർട്ടി വിലക്കിയതാണ്. അതിനുശേഷവും ഈ സൗഹൃദം തുടരുന്നത് എന്തിന്? 3, ഈ ഒരു കുറ്റസമ്മതം അല്ലെങ്കിൽ ഈ കൂടിക്കാഴ്ച നടന്നു എന്ന് സമ്മതിക്കുന്നതിനായിട്ട് എന്തുകൊണ്ട് വോട്ടെടുപ്പ് ദിവസം തന്നെ തിരഞ്ഞെടുത്തു? തീർത്തും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുകയും പ്രതിസന്ധിയിലാക്കുകയും ചെയ്ത സംഭവങ്ങളായിരുന്നു ഇതെല്ലാം. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു നടപടി വേണമെന്ന ആവശ്യം CPM സംസ്ഥാന സമിതിക്കുള്ളിൽ സെക്രട്ടേറിയറ്റിനുള്ളിൽ തന്നെയുണ്ട്. ഇക്കാര്യത്തിലേക്കുള്ള പാർട്ടിയുടെ തീരുമാനം 3:30 ചേർന്ന വാർത്താ സമ്മേളനത്തിൽ MV ഗോവിന്ദൻ പ്രഖ്യാപിക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇ പി ജയരാജൻ സെക്രട്ടറിയിൽ വിശദീകരിച്ച തുടങ്ങിയ കാര്യങ്ങൾക്ക് വാർത്താ സമ്മേളനത്തിൽ വ്യക്തത ഉണ്ടാകും എന്നും കരുതാം. എന്തായാലും ഇ പി ജയരാജൻ പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം ലാവ്ലിൻ കേസ് ഒത്തുതീർക്കുകയായിരുന്നു എന്ന് TG നന്ദകുമാർ. തൃശൂരിൽ BJPയെ സഹായിച്ചാൽ കേസ് ഒത്തുതീർക്കാം എന്നായിരുന്നു വാഗ്ദാനമെന്നും നന്ദകുമാർ 24-നോട് പറഞ്ഞു. BJPയിൽ ചേരാൻ ഉറപ്പിച്ച് ഇ പി ജയരാജൻ ഡൽഹിയിൽ എത്തിയിരുന്നുവെന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. ആരോപണം ആസൂത്രിതമെന്നാണ് ഇന്നും ഇ പിയുടെ പ്രതികരണം. ഇ പി ജയരാജൻ പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ചയിൽ വീണ്ടും വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തുകയാണ് ദല്ലാൽ TG നന്ദകുമാർ. ലാവ്ലിൻ കേസ് ഒത്തുതീർക്കാനായിരുന്നു കൂടിക്കാഴ്ചയെന്നാണ് പുതിയ വെളിപ്പെടുത്തൽ. തൃശൂരിൽ BJPയെ സഹായിച്ചാൽ കേസ് ഒത്തുതീർക്കാമെന്നായിരുന്നു വാഗ്ദാനം. ഇത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അംഗീകരിച്ചുവെന്നും TG നന്ദകുമാർ 24-നോട്. പിണറായി വിജയന് ഗുണം കിട്ടുന്ന SNCയിൽ ആരെയും കൺസീഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ജയരാജൻ ആവേശം കയറി. ഇപ്പൊ 1-5 കേസ് വരുന്നുണ്ട് സുപ്രീം കോടതി, നിങ്ങൾ കണ്ടോ? അത് ജൂലൈയിലേക്ക് വെച്ചു. അപ്പോഴത്തേക്ക് ഇന്ത്യയിലെ ഇലക്ഷൻ കഴിയും. ജൂൺ 4 റിസൾട്ട് വരും. റിസൾട്ട് ഗുണകരമാണ് NDAക്ക്. പഴയ 18-1 വീണ്ടും സംഭവിച്ചാൽ 18 UDF, ഒരു LDF, ഒരു NDA ആണെങ്കിൽ ഒരു SNC ഉണ്ടാവില്ല. പിന്നെ ഇ പി ജയരാജൻ BJPയിൽ ചേരാൻ ഉറപ്പിച്ച് ഡൽഹിയിൽ എത്തിയിരുന്നുവെന്ന് BJP സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രനും വെളിപ്പെടുത്തി. ഒരു ഫോൺ കോൾ വന്നതിന് ശേഷം പെട്ടെന്ന് പിന്മാറി. ഡൽഹി യാത്ര മുഖ്യമന്ത്രി അറിഞ്ഞതോടെയാണ് മിഷൻ മുടങ്ങിയതെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. ആരോപണം ആസൂത്രിതമെന്നും ശോഭാ സുരേന്ദ്രനെ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ലെന്നുമായിരുന്നു ഇ പി ജയരാജന്റെ പ്രതികരണം. ഞാൻ ആ സ്ത്രീയെ നേരിട്ട് കണ്ട് ഇന്ന് വരെ സംസാരിച്ചിട്ടില്ല. 1. 2, ഞാൻ ആകെ ആ സ്ത്രീയെ ഒരു 5 മീറ്ററോ അടുത്ത് കണ്ടത് ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ ആ സ്റ്റേജിലാണ്. ഞാൻ ആ സ്ത്രീയെ കാണുകയോ സംസാരിക്കുകയോ ഒരു സ്ഥലത്ത് എന്ത് കാര്യത്തിനും ഞാൻ പോയിട്ട് എന്നെ പോലുള്ള ഒരാൾ പോയിട്ട് ആ സ്ത്രീയോട് സംസാരിക്കുന്നു.
നടപടിയുണ്ടായില്ലെങ്കിൽ വിവാദത്തിൽ എന്ത് മറുപടി പറയുമെന്നതാണ് CPIM നേതൃത്വത്തെ കുഴയ്ക്കുന്നത്. പാർട്ടി നേതൃത്വവും CPI ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളും അതൃപ്തി പരസ്യമാക്കിയ സാഹചര്യത്തിൽ നടപടിയുണ്ടാകുമെന്നാണ് സൂചന. 24 തിരുവനന്തപുരം. വിവാദങ്ങൾക്ക് പിന്നാലെ EP ജയരാജനെ ഉന്നമിടുന്നു CPIM സൈബർ ഗ്രൂപ്പുകൾ. P ജയരാജനെ വാഴ്ത്തിയും EP ജയരാജനെ വിമർശിച്ചും റെഡ് ആർമി കുറിപ്പ് പങ്കുവച്ചു. കച്ചവട താൽപര്യം തലയ്ക്ക് പിടിച്ചവർക്കിടയിൽ ഒന്നും നേടാത്ത ചിലരുണ്ട് എന്നാണ് കുറിപ്പ്. P ജയരാജന്റെ ചിത്രം സഹിതമാണ് പഴയ PJ ആർമിയുടെ പോസ്റ്റ്. പോരാളി ഷാജി അടക്കമുള്ള സൈബർ പേജുകളിലും EPക്കെതിരെ വിമർശന പോസ്റ്റുകൾ സജീവമാണ്. BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയ EP ജയരാജൻ ഇതുവരെ പൊതുസമൂഹത്തോട് പറയാതിരുന്നത് എന്തുകൊണ്ടാണ് എന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചു. പ്രകാശ് ജാവ്ദേക്കറെ കണ്ടിട്ടുണ്ടെന്നാണ് മുഖ്യമന്ത്രി പോലും പറയുന്നത്. ഒറ്റ MLA മാർ പോലും ഇല്ലാത്ത സംഘപരിവാർ കേരളം ഭരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോഴുള്ളതെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചു. EP ജയരാജൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ പോകാറില്ലാത്ത എൻ്റെ മകൻ്റെ വീട്ടിൽ ആ ദിവസം തന്നെ പ്രകാശ് ജാവ്ദേക്കർ എത്താനുള്ള കാരണം എന്താണ്? ഒന്ന്. രണ്ട്, എന്തുകൊണ്ടാണ് ആ വിവരത്തെപ്പറ്റി ഇതുവരെ കേരളീയ പൊതുസമൂഹത്തോട് EP ജയരാജൻ പറയാതിരുന്നത്? കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞത് ഞാനും പ്രകാശ് ജാവ്ദേക്കറെ നിരവധി തവണ കണ്ടിട്ടുണ്ടെന്നാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഏത് കപ്പാസിറ്റിയിലാണ് പ്രകാശ് ജാവ്ദേക്കർ എന്ന BJPയുടെ പ്രഭാരിയെ കണ്ടത്? കേരളത്തിലെ ഒരു മാധ്യമ സ്ഥാപനത്തിന്റെയും ആർക്കൈവിൽ ഇല്ലാത്ത സന്ദർശനം നടത്തിയിട്ടുണ്ടെങ്കിൽ അതെന്തിനു വേണ്ടിയിട്ടാണ്? ഒറ്റ MLA മാർ പോലും ഇല്ലാതെ സംഘപരിവാറും BJPയും കേരളം ഭരിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. മേയർ ഡ്രൈവർ തർക്കം മുറുകുന്നു. KSRTC ഡ്രൈവറുമായി നടുറോഡിൽ തർക്കമുണ്ടായതിൽ മേയർ ആര്യ രാജേന്ദ്രന്റെ വാദങ്ങൾ പൊളിയുന്നു. പുതിയതായി പുറത്തുവന്ന CCTV ദൃശ്യങ്ങളിൽ കാറ് ബസ്സിന്റെ കുറുകെ നിർത്തിയത് വ്യക്തമാണ്. MG പ്രദേശ് വിവരങ്ങളുമായി ചേർന്നു. പ്രദേശ്, അത് സിഗ്നൽ പോയിന്റ് ആയിരുന്നു. ശരിയാണ്, സിഗ്നൽ പോയിന്റ് തന്നെയാണത്. സിഗ്നൽ പോയിന്റ് ആയിരുന്നു. അപ്പോഴാണ് ഡ്രൈവറോട് ചോദിച്ചാൽ കാറ് കുറുകെ ഇട്ടിട്ടൊന്നുമില്ല എന്നായിരുന്നു മേയറുടെ വാദം. പക്ഷേ അങ്ങനെയല്ല എന്ന CCTV ദൃശ്യങ്ങൾ തന്നെ പറയുകയാണ്. പ്രദേശ്, ഹാഷ്മി, തീർച്ചയായും ഏകദേശം 3.5 മിനിറ്റോളം ദൈർഘ്യമുള്ള CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. അല്പസമയം മുമ്പ് മേയർ മാധ്യമങ്ങളെ കാണുമ്പോൾ മേയർ പറഞ്ഞ കാര്യം ഈ KSRTC ബസിന്റെ ഗതാഗതം തടസ്സപ്പെടുത്തിയിട്ടില്ല, വാഹനത്തിന് കുറുകെ തങ്ങൾ സഞ്ചരിച്ചിരുന്ന കാർ കൊണ്ട് നിർത്തിയിട്ടില്ല എന്നതായിരുന്നു മേയർ പ്രധാനമായും പ്രതികരിച്ചത്. പക്ഷേ ആ പ്രതികരണം തള്ളുന്നതാണ്, അല്ലെങ്കിൽ ആ ഒരു വാദം തള്ളുന്ന CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ KSRTC ബസിന് കുറുകെ ഇവർ സഞ്ചരിച്ചിരുന്ന വാഗണർ കാർ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഇവർ തമ്മിൽ വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നത്. മറ്റൊന്ന്, ഈ ആളുകൾക്ക്, കാൽനട യാത്രക്കാർക്ക് പോകാനുള്ള ഈ സീബ്ര ലൈനിലാണ് കാർ പാർക്ക് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. അതും ഒരു നിയമലംഘനമാണ്. അത്തരത്തിൽ ഈ മേയർ പറഞ്ഞത് പൂർണ്ണമായും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം അതിൽ ചില പൊരുത്തക്കേടുകളുണ്ട്. അതാണ് ഈ CCTV ദൃശ്യങ്ങളടക്കം പറയുന്ന കാര്യവും. പക്ഷേ ഈ മറ്റൊന്ന്, ഈ വളരെ മോശമായ രീതിയിലായിരുന്നു KSRTC ഡ്രൈവറുടെ ഭാഗത്തു നിന്നുണ്ടായ പെരുമാറ്റം എന്നതാണ് മേയറുടെ പരാതി. ലൈംഗിക ചുവയോടുകൂടി ഈ KSRTC ഡ്രൈവർ പെരുമാറി എന്നുള്ള ഗുരുതരമായ ചില ആരോപണം കൂടി മേയർ ഉന്നയിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഈ KSRTC ഡ്രൈവർക്കെതിരെ നേരത്തെയും നിരവധി കേസുകൾ ഉണ്ടായിരുന്നു. അലക്ഷ്യമായി വാഹനം ഓടിച്ചതിനായിരുന്നു കേസ് ഉണ്ടായിരുന്നത്. ഈ സ്വകാര്യ വാഹനം ഓടിക്കുന്ന സമയത്ത് ഈ സ്വകാര്യ വാഹനം ഒരു KSRTC ബസ്സിൽ തന്നെ ഇടിച്ച് അപകടമുണ്ടാക്കിയതിനും ഈ ഡ്രൈവർ യദുവിനെതിരെ കേസുണ്ട് എന്നുമാണ് മേയർ പ്രധാനമായും പറയുന്നത്. വാഹനത്തിന് സൈഡ് നൽകിയതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമല്ല, സ്ത്രീത്വത്തെ അപമാനിച്ചു, ഇതാണ് പ്രധാനമായും പരാതിയായി താൻ ചൂണ്ടിക്കാണിക്കുന്നതെന്നും മേയർ പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചതിന് സമാനമായി മേയർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ പൂർണ്ണമായും ഈ ഡ്രൈവർ യദുവും തള്ളുന്നുണ്ട്. അപമര്യാദയായി പെരുമാറിയിട്ടില്ല. ഈ സിഗ്നലിൽ ബസ് കിടക്കുമ്പോൾ ഈ മേയറുടെ വാഹനം, ഈ മേയർ സഞ്ചരിച്ചിരുന്ന സ്വകാര്യ വാഹനമാണ് കുറുകെ കൊണ്ടുവന്ന് നിർത്തുകയും തന്നോട് അപമര്യാദയായി പെരുമാറുകയും ചെയ്തതൊപ്പം ഭീഷണിപ്പെടുത്തുന്ന ഒരു സമീപനം മേയറുടെയും സംഘത്തിന്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നുള്ള ആരോപണം കൂടി ഡ്രൈവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ മേയറുടെ പരാതിയിൽ കന്റോൺമെന്റ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. അല്പസമയം മുമ്പ് മേയറിൽ നിന്ന് കന്റോൺമെന്റ് പോലീസിലെ ഉദ്യോഗസ്ഥരെത്തി മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാധ്യമങ്ങളോട് പറഞ്ഞ അതേ മൊഴി തന്നെ മേയർ പോലീസുകാരോട് ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. മേയർ പറയും മട്ടിൽ അങ്ങനെ ലൈംഗിക സ്വഭാവത്തോടുള്ള ദൃശ്യങ്ങൾ കാണിച്ചു എന്നൊക്കെ, അല്ലെങ്കിൽ ആംഗ്യം കാണിച്ചു എന്നൊക്കെ പറഞ്ഞ് ഗുരുതരമായ പിഴവ് തന്നെയാണ്, അതിൽ അന്വേഷണം വരണം. പക്ഷേ ഈ ഡ്രൈവർ കൊടുത്ത ഒരു കേസുണ്ട്. ആ കേസിൽ കേസെടുക്കാൻ പര്യാപ്തമായ ഒരു CCTV ദൃശ്യമാണിത്. ഒന്നാമത് വാഹനം തടയുന്നു, രണ്ടാമത് സീബ്ര ലൈൻ. അപ്പോൾ അങ്ങനെയുള്ള ഗതാഗത, ഇപ്പം പെറ്റിയടിച്ചു വിടാനാണെങ്കിൽ കൂടിയുമുള്ള ഒരു ഗതാഗത കേസ് ഇതിലുണ്ട്.
തീർച്ചയായും ഹാഷ്മി, കാരണം ഈ ഡ്രൈവർ നൽകിയ പരാതിയിൽ ഇതുവരെയും ഒരു നടപടിയും ഉണ്ടായില്ല എന്നതാണ് ഏറ്റവും കൂടുതലായി ഉയരുന്ന വിമർശനം. കാരണം ഇവർ KSRTC ബസിന്റെ വാഹനം ഗതാഗതം തടസ്സപ്പെടുത്തി, യാത്രക്കാരെ അടക്കം ഇറക്കി വിട്ടു, അപമര്യാദയായി പെരുമാറി, ഭീഷണിപ്പെടുത്തി എന്നതടക്കമുള്ള പരാതിയാണ് ഡ്രൈവർ ഏതോ പോലീസിൽ നൽകിയത്. പക്ഷേ ഈ സംഭവം നടന്ന 1.5 ദിവസം കഴിഞ്ഞിട്ടും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് അതിൽ വലിയ തരത്തിലൊരു അതൃപ്തി കൂടി ഏതോ പ്രകടമാക്കുന്നുണ്ട്. പക്ഷേ പോലീസ് നൽകുന്ന വിശദീകരണം ഈ മേയർ നൽകിയ പരാതിയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയാണ് ഏതോ മറ്റൊരു പരാതി നൽകിയെന്നൊരു വിശദീകരണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇന്ന് പുറത്തു വന്ന ഈ CCTV ദൃശ്യങ്ങളിൽ മേയർ സഞ്ചരിച്ച വാഹനം അല്ലെങ്കിൽ മേയറുടെയും സംഘത്തിന്റെയും ഭാഗത്തു നിന്നും പിഴവുകൾ ഉണ്ടായിട്ടുണ്ട്. ട്രാഫിക് നിയമലംഘനങ്ങൾ ലംഘിച്ചതടക്കമുള്ള പിഴവുകൾ മേയറുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് സാധൂകരിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഈ പരാതി ലഭിച്ച സമയത്ത് സ്വാഭാവികമായും പോലീസ് ഈ മേഖലയിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെയെങ്കിൽ ഈ ദൃശ്യം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടേണ്ടതുമാണ്. ഈ ദൃശ്യം പോലീസിന് ലഭിച്ചുവെങ്കിൽ എന്തുകൊണ്ട് ഈ ഒരു നടപടി പോലീസിന്റെ ഭാഗത്ത് നിന്ന് മറ്റൊരു നടപടി ഉണ്ടായില്ല എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ഇതിൽ വിശദമായ ഒരു അന്വേഷണം നടത്തുമെന്നാണ് പ്രധാനം. ഈ പറയുന്ന അലി ആൽഫ പ്രാവശ്യം പറയുന്നുണ്ട്, തെറ്റായി കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇത് ചിലപ്പോൾ ചൂഷണമായി തീരും. സ്വയം പറഞ്ഞ് ജയിക്കാൻ ലൈംഗികാരോപണം തെറ്റ് ചെയ്ത് ഡ്രൈവറെങ്കിൽ ശിക്ഷിക്കണം, പിന്നെ സാമാന്യ മര്യാദ 2 ഡ്രൈവർമാർക്കും വേണം എന്നൊരു പക്ഷം പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ മേയർ ആര്യ രാജേന്ദ്രൻ പറയുന്നത് പോലെ ഡ്രൈവർ ആംഗ്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ശിക്ഷാർഹനാണ്. അതേസമയം തന്നെ ഇപ്പോൾ ഒരു KSRTC ബസ്സിനെ നമ്മളൊക്കെ സാധാരണ മനുഷ്യരൊക്കെ ഒരു വണ്ടി വട്ടമിട്ട് ചെറുത്ത് ചോദ്യം ചെയ്താലൊക്കെ എന്താണ് നമ്മുടെ അവസ്ഥ എന്നൊരു ചോദ്യം കൂടി അവിടെ ഉണ്ട് കേട്ടോ. KSRTC ഡ്രൈവറുമായി നടുറോഡിൽ തർക്കമുണ്ടായതിൽ വീണ്ടും വിശദീകരണവുമായി തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ. സ്ത്രീത്വത്തെ അപമാനിച്ചതിനാണ് ഡ്രൈവറുമായി വാഗ്വാദത്തിൽ ഏർപ്പെടേണ്ടി വന്നത്. അലക്ഷ്യമായി വാഹനം ഓടിച്ചതിനും അപകടമുണ്ടാക്കിയതിനും നിരവധി കേസുകൾ ആരോപണ വിധേയനായ ഡ്രൈവർക്കെതിരെ ഉണ്ട്. നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും മേയർ പറയുന്നു. സ്ത്രീക്കെതിരെ ഉണ്ടായിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു അദ്ദേഹം കാണിച്ചിട്ടുള്ള ആംഗ്യം എത്ര തന്നെ അദ്ദേഹം സാധൂകരിക്കാൻ ശ്രമിച്ചാലും അത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഞങ്ങൾ മാത്രമല്ല, നാളെ മറ്റ് ആളുകൾക്കും സമൂഹത്തിൽ ഇറങ്ങി നടക്കണം. അതുകൊണ്ട് മാത്രമാണ് പ്രതികരിച്ചത്. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഈ അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചതിന് ഇതിനു മുൻപും പല കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ FIR ഉണ്ട്, കേസെടുത്തിട്ടുണ്ട് എന്നുള്ള സത്യാവസ്ഥ നമ്മളിപ്പോൾ മനസ്സിലാക്കുകയാണ്. ഇന്ന് ഡ്യൂട്ടിയിൽ കയറേണ്ടെന്ന് ഡ്രൈവർ ഋതുവിന് KSRTC അധികൃതർ നിർദ്ദേശം നൽകി. DTOയ്ക്ക് വിശദീകരണം നൽകാനും ആവശ്യപ്പെട്ടു. മേയർ പറയുന്നത് കള്ളമാണ്, തനിക്കെതിരെയുള്ളത് പഴയ കേസുകളെന്നും ഡ്രൈവർ പറയുന്നു. അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ. ഞാൻ ആദ്യം തൊട്ടേ ആ വീഡിയോ ഉണ്ടല്ലോ, എല്ലാ വീഡിയോസിലും ഉണ്ടല്ലോ, ആദ്യം തൊട്ടേ ഉണ്ട്. അവർ പറയുന്ന സംസാരവും മോശമായിട്ട് എൻ്റെ അടുത്താണ് മോശമായിട്ട് പെരുമാറിയത്. എൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ള ക്ലിയറാണ്, അവർക്ക് എല്ലാവർക്കും അറിയാം, ക്ലിയറാണ്. എന്നിട്ട് ജോലിക്കാരൻ്റെ ഇപ്പോൾ രാവിലെ വിളിച്ച് പറഞ്ഞൊക്കെയാണ് ഇന്ന് രാത്രി പോവേണ്ടായിരുന്നു. വിളിച്ച് സോറി പറഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് വളരെ മോശമായിട്ടാണ് സംസാരിച്ചത്. റെഡ് സിഗ്നലാണ് കിടന്നതെന്ന് പറഞ്ഞു. ആ വീഡിയോയിൽ പോലും ഗ്രീൻ സിഗ്നൽ കിടക്കുന്നത് കാണാം. അവർ ചുമ്മാ പറയുന്ന, അവർ ജയിക്കാൻ വേണ്ടിയിട്ട് പലതും പറയും. നിയമപരമായിട്ട് മുന്നോട്ട് പോകും. ഇത്രയും നാണക്കേട് എനിക്ക് വരുത്തി. എന്തെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ പല കേസിലുമുണ്ട്, പെണ്ണ് കേസുണ്ട്, ആ കേസുണ്ട്, ഈ കേസുണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി നിയമപരമായിട്ട് മുന്നോട്ട് തന്നെ പോകും. അപ്പോൾ അന്വേഷണം നടക്കട്ടെ. സത്യമായി കതിരേത് പതിരേത് എന്ന കാര്യങ്ങളൊക്കെ തിരിച്ചു വരട്ടെ. ചൂടിൽ ഉരുകി നാട്. സംസ്ഥാനത്ത് 3 ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് തുടരുകയാണ്. വൈദ്യുത ഉപയോഗം സർവകാല റെക്കോർഡിൽ എത്തിയെങ്കിലും നിലവിൽ ലോഡ് ഷെഡിംഗ് പരിഗണനയിൽ ഇല്ല എന്ന് പറയുന്നു മന്ത്രി K കൃഷ്ണൻകുട്ടി 24-നോട്. സംസ്ഥാനത്തെ ഉയർന്ന ചൂടിൽ ഇന്നും അതിജാഗ്രത. സൂര്യാഘാതത്തെ തുടർന്ന് സംസ്ഥാനത്ത് ഇന്നലെ 2 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. തീരദേശ മേഖലയിലുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ശാസ്ത്രലേഖകൻ രാജഗോപാൽ കമ്മത്ത് പറഞ്ഞു. ഹൃദ്രോഗികളും പ്രമേഹബാധിതരും ജാഗ്രത പാലിക്കണം. കൃത്രിമ മഴ പരിഹാരമല്ലെന്നും രാജഗോപാൽ കമ്മത്ത് 24-നോട് പറഞ്ഞു. അപ്പൊ അനുഭവിക്കുന്ന താപനില തീരദേശ മേഖലയിൽ കൂടുതലായിട്ട് വരും. അപ്പൊ ഈ സമയത്താണ് ഈ സൺസ്ട്രോക്ക്, പിന്നെ സൺബേൺ എന്നൊക്കെ പറയുന്ന ഈ സൂര്യാഘാതവും സൂര്യതപവും ഒക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കൂടുതൽ. ദുബായ് ചെറിയൊരു സ്ഥലമാണ്, പക്ഷെ കേരളം മൊത്തം മഴ പെയ്യുക എന്നൊക്കെ പറയുന്ന അത്ര ഒരു പരിസ്ഥിതിക്ക് അത്ര അനുകൂലമായിട്ടുള്ളതല്ല. ഉഷ്ണതരംഗം സ്ഥിരീകരിച്ച പാലക്കാട് പകൽ സമയങ്ങളിലെ ജോലി പലരും ഒഴിവാക്കി തുടങ്ങി. കൊല്ലം കൂടി വരുന്നുണ്ട്. മരങ്ങളൊക്കെ മുറിക്കണ കാരണം കൊണ്ടും പുതിയ ബിൽഡിങ്ങുകളൊക്കെ പൊന്തല്ലേ, തണ്ണീർത്തടങ്ങളൊക്കെ വറ്റിപ്പോണ്. മനുഷ്യൻ തന്നെ എല്ലാത്തിനും കാരണം. മിച്ചർ കമ്പനിയാണ് ഭയങ്കര ചൂട് തീർക്കണം. 100 ഡിഗ്രിക്ക് മേലെ ചൂടുണ്ട്.
വൈദ്യുതി ഉപഭോഗം കൂടുതലാണെങ്കിലും സംസ്ഥാനത്തുടൻ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്താൻ ആലോചിക്കുന്നില്ലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി 24-നോട് പറഞ്ഞു. ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തേണ്ടുന്ന സാഹചര്യം ഇപ്പൊ ഇല്ല എന്നാണ് മന്ത്രി. ഇപ്പൊ തൽക്കാലം ഇല്ല. ഈ അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ഇനിയും പ്രതീക്ഷിക്കാം, വരും ദിവസങ്ങളിലുണ്ട്. ഇല്ല, ഇങ്ങനെ ഓവറായിട്ടുള്ള ഉപയോഗം വരുമ്പോൾ മാത്രമേ വരുള്ളൂ, ഇല്ലെങ്കിൽ സാധാരണ നിലയ്ക്ക് വരില്ല. ഇപ്പം ഞായറാഴ്ച ഒന്നും വന്നില്ലല്ലോ. സൂര്യാഘാതമേറ്റ് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ ധനസഹായം ലഭ്യമാക്കുന്ന കാര്യം അടുത്ത ക്യാബിനറ്റിൽ ചർച്ച ചെയ്യുമെന്നും മന്ത്രി അറിയിച്ചു. ഇതിനിടെ രാത്രിയിൽ തുടർച്ചയായി വൈദ്യുതി മുടങ്ങുന്നതിൽ പ്രതിഷേധിച്ച് മലപ്പുറത്ത് അർദ്ധരാത്രി നാട്ടുകാർ KCB ഓഫീസ് ഉപരോധിച്ചു. മലപ്പുറം വള്ളിക്കുന്നിലായിരുന്നു വ്യത്യസ്ത പ്രതിഷേധം. രാത്രി 10:30 മുതൽ 1 മണി വരെ വൈദ്യുതി മുടങ്ങുന്നുവെന്നാണ് പരാതി. പൊള്ളുന്ന ചൂടല്ലിത്, ആളെ കൊല്ലുന്ന ചൂട്. ഇതേ സ്ഥിതി തുടർന്നാൽ പകൽ സമയങ്ങളിലെ ജോലി പൂർണ്ണമായി ഒഴിവാക്കേണ്ടി വരുമെന്നാണ് പാലക്കാട്ടുകാർ പറയുന്നത്. ശ്യാം ബാലുവിനൊപ്പം നിഖിൽ പ്രമേഷ്, 24 പാലക്കാട്. വസന്തകുമാരി കെ പറയുന്നു, കടുത്ത ചൂടാണ്, ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശം പാലിക്കുക. കോവിഡ് സമയത്ത് പാലിച്ചതുപോലെ എല്ലാവരും സുഖമായിരിക്കുമെന്ന് പറയുന്നു. ശരിയാണ്. എന്തായാലും ആ സംസ്ഥാനത്തെ കൊടുംചൂട് തുടരുന്നു. പാലക്കാട് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. പാലക്കാട്, കൊല്ലം, തൃശൂർ എന്നിവിടങ്ങളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് തുടരുകയുമാണ്. അലക്സ് റാമോഹമ്മദ് തിരുവനന്തപുരത്ത് ചേരും. നിഖിൽ പ്രമേഷ് പാലക്കാടും ഉണ്ട്. ആദ്യം അലക്സിലേക്ക് പോകുന്നു. അലക്സ്, അപ്പോൾ ഉഷ്ണതരംഗം, ഓറഞ്ച് അലർട്ടോട് കൂടിയ ഉഷ്ണതരംഗം എന്നൊക്കെ പറയുന്നത് ഈ ചൂട് ഈ ദിവസങ്ങൾ എന്തായാലും കുറയാൻ പോകുന്നില്ല എന്ന് തന്നെയാണ്. മാത്രമല്ല കുത്തനെ കൂടാനും പോകുന്നു അല്ലേ അലക്സ്? അതെ ഹാഷ്മി, സഹിക്കാനാകാത്ത ചൂട്. അത് കേരളത്തിൽ ആദ്യമായി, സംസ്ഥാനത്ത് ആദ്യമായി ഒരു ജില്ലയിൽ ഉയർന്ന താപനിലയിൽ ഓറഞ്ച് അലർട്ട് കൂടി പ്രഖ്യാപിക്കുന്നു എന്നുള്ളതാണ് പാലക്കാടിനെ സംബന്ധിച്ച് ആശങ്ക വർദ്ധിപ്പിക്കുന്ന കാര്യം. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പാലക്കാട് രേഖപ്പെടുത്തുന്ന ചൂട് നമ്മൾ കാണുന്നതാണ്. അവിടുത്തെ ആളുകളുടെ വർത്തമാനം നമ്മൾ കേൾക്കുന്നതാണ്. അവർ എത്രത്തോളമാണ് സഹിക്കുന്നത് ഈ ചൂടെന്നുള്ളത് നമ്മൾ കേൾക്കുന്നതാണ്. 41 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് കഴിഞ്ഞ ദിവസം പാലക്കാട് രേഖപ്പെടുത്തിയ ചൂട്. അതായത് സാധാരണ രേഖപ്പെടുത്തുന്നതിനേക്കാൾ 5.3 ഡിഗ്രി സെൽഷ്യസ് വരെ മുകളിൽ ചൂടാണ് ഇന്നലെ തന്നെ രേഖപ്പെടുത്തിയത്. അത് ഇനിയും തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അതാണ് ഓറഞ്ച് അലർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്തരത്തിൽ 3 ജില്ലകളിൽ, പാലക്കാടും കൊല്ലത്തും തൃശ്ശൂരും, ഉഷ്ണതരംഗ മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് എന്നുള്ളതാണ്. പാലക്കാട് ജില്ലയിൽ 41 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയരാൻ സാധ്യത എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. പക്ഷേ അതിന് മുകളിലേക്ക് ചൂട് വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത്. കാരണം പാലക്കാട്ടെ വിവിധ ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനുകളിൽ 42.6 ഡിഗ്രി സെൽഷ്യസുമൊക്കെ മുണ്ടൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി. കൊല്ലത്തും തൃശ്ശൂരും 40 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്ന് പ്രവചിക്കുന്നുണ്ട്. മറ്റു ജില്ലകളിലേക്ക് വന്നാൽ കോഴിക്കോട് ജില്ലയിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെ വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്ന് പ്രവചനം വരുന്നു. ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, എറണാകുളം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരത്ത് 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അതായത് സാധാരണ രേഖപ്പെടുത്തുന്നതിനേക്കാൾ 3 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ ഈ ജില്ലകളിൽ താപനില വർദ്ധിക്കാൻ സാധ്യത നിലനിൽക്കുന്നുണ്ട്. ആരോഗ്യവകുപ്പ് കർശനമായ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതുപോലെ ദുരന്ത നിവാരണ അതോറിറ്റി ആവർത്തിച്ചു പറയുകയാണ് ഈ ഉഷ്ണതരംഗം, ഒപ്പം ഈ ഉയർന്ന ചൂട് സൂര്യാഘാതം, സൂര്യതപം പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. സൂര്യാഘാതം മരണത്തിലേക്ക് വരെ നയിച്ചേക്കാവുന്ന പ്രശ്നമാണ്. അതിനാൽ കർശനമായ ജാഗ്രത ഈ ദിവസങ്ങളിൽ തുടരേണ്ടതുണ്ട്. ഒരാഴ്ച കൂടി സംസ്ഥാനത്ത് ഉയർന്ന ചൂട് തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇതിനോടകം നൽകുന്ന മുന്നറിയിപ്പ്. അതിനുശേഷമായിരിക്കും, അതായത് മെയ് 2ാം വാരത്തോടു കൂടിയായിരിക്കും വേനൽ മഴ ഒരുവിധമെങ്കിലും സംസ്ഥാനത്ത് വ്യാപകമായി ലഭിക്കുകയുള്ളൂ. വടക്കൻ കേരളത്തിലെ കാര്യമെടുത്താൽ വടക്കൻ കേരളത്തിൽ ഒരു തുള്ളി മഴ പോലും ഈ കാലയളവിൽ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അങ്ങേയറ്റം വരണ്ട കാലാവസ്ഥയാണ് വടക്കൻ കേരളത്തിൽ തുടരുന്നത്. അസാധാരണമായ ചൂടാണ് സംസ്ഥാനത്ത് രേഖപ്പെടുത്തുന്നത്. പകൽ മാത്രമല്ല, രാത്രികാല ഉഷ്ണവും അത് ഭയങ്കര ഉഷ്ണമാണ്. സമാനതകളില്ലാത്ത ചൂട് എന്ന് കൃത്യമായി പറയാം. പാലക്കാട്ടോട് പോകുന്നു. ഇപ്പോൾ നിഖിൽ, പാലക്കാട് ഒരു ചൂട് എന്ന് പറഞ്ഞാൽ പാലക്കാട് ചൂട് പുതുമ അല്ലെങ്കിൽ കൂടിയും ഇക്കുറിയുള്ള ചൂട് ആളുകൾ മരിക്കുന്നു. അമ്മാതിരി ഭീകര ചൂടാണ്. തീർച്ചയായിട്ടും അശ്മി, സാധാരണ ചൂടിനെയൊക്കെ പ്രതിരോധിക്കാൻ പാലക്കാട്ടുകാർക്ക് വർഷങ്ങളായി അവരുടെ പതിവ് അതാണ്, ശീലം അതാണ്. അവർക്ക് അത് അത് നേരിടാനുള്ള കരുത്ത് അവർക്കുണ്ട്. പക്ഷേ ഇത്തവണത്തെ ചൂടിൽ എല്ലാവരും വശം കെടുകയാണ്. അവർക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത സാഹചര്യം, ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യം, അതൊക്കെയാണ് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വയലുകളിലെല്ലാം തന്നെ ഈ സമയങ്ങളിൽ ആളുകൾ ജോലി ചെയ്യുന്നില്ല. 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെ തൊഴിലെടുക്കണ്ട എന്ന് പല ഈ നെല്ലിൽ പാട്ടത്തിനെടുത്ത് കൃഷി നടത്തുന്ന ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓട്ടോ ഡ്രൈവർമാരൊക്കെ പറയുന്നത് രാവിലെ 10 മണിക്ക് ശേഷം ഓട്ടോ എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി ഇടുകയാണ്. അത് പക്ഷേ എല്ലാവർക്കും പ്രായോഗികമല്ല. അതാണ് പ്രശ്നം. അവരെ സംബന്ധിച്ചിടത്തോളം ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്ന ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും സമയം ഓടാതിരുന്നാൽ അല്ലെങ്കിൽ ഇത്രയും സമയം ജോലി ചെയ്യാതിരുന്നാൽ
അവർക്ക് വലിയ നഷ്ടമാണ്. ഈ വഴിയോര കച്ചവടക്കാർ, ലോട്ടറി വിൽപ്പനക്കാർ, അവരൊക്കെയാണ് ഏറ്റവും അധികം പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ, പ്രതിസന്ധി അനുഭവിക്കുന്ന ആളുകൾ. പകൽ ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് ഒരു നിലയ്ക്കും ഈ കൊടും ചൂടത്ത് വെയിലത്ത് നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണെങ്കിൽ ഏതാണ്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ശരീരം തളർന്നു പോകുന്ന ഒരു സാഹചര്യം. നേരത്തെ പലകുറി പാലക്കാട് ജില്ലയിൽ തന്നെ ഈ ഉഷ്ണതരംഗ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നെങ്കിലും അത് സ്ഥിരീകരിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. നമുക്ക് ആദ്യത്തെ ഒരു അനുഭവമാണിത്. പക്ഷെ അതിനെ നേരിടാൻ ആളുകൾ വളരെയധികം പ്രയാസപ്പെടുന്നു എന്നുള്ളതാണ്. അലക്സ് സൂചിപ്പിച്ചതുപോലെ തന്നെ വിവിധ വെതർ സ്റ്റേഷനുകളിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരമാണെങ്കിൽ 41-നും 42-നും താഴെ എവിടെയുമില്ല. അതിന് മുകളിലാണ് എല്ലായിടത്തെയും താപനില രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും വീടുകളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചൂട് അതിശക്തമായി ശരീരത്തിലേക്ക് വന്നു ഭവിക്കുകയും ആളുകൾ തളർന്നു പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ജില്ലാ ഭരണകൂടം ഒരു കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എവിടെയെങ്കിലും ആളുകൾ ഈ തുറസായ സ്ഥലങ്ങളിൽ കിടക്കുന്നത് കണ്ടാൽ ഒരുപക്ഷെ അവർ മദ്യപിച്ചോ മറ്റോ കിടക്കുകയായിരിക്കും, അതിനെ അവഗണിക്കരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം ഇത്തരം സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് മദ്യപിച്ചു കഴിഞ്ഞാൽ നിർജ്ജലീകരണം സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ഒരു മരണവും ജില്ലയിൽ സംഭവിച്ചിട്ടുണ്ട്, അട്ടപ്പാടി. ഈ പശ്ചാത്തലത്തിൽ അത്തരത്തിൽ ആരെങ്കിലും കാണുകയാണെങ്കിൽ അവരെ അടിയന്തരമായി അവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റണം, ആശുപത്രിയിലേക്കോ മറ്റോ മാറ്റണം. ഇവർക്ക് സൂര്യാഘാതം ഏൽക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് എന്നുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പരമാവധി വെള്ളം കുടിക്കുക, വെയിലുള്ള സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക, പറ്റുമെങ്കിൽ ജോലി സമയം ക്രമീകരിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളൊക്കെയാണ് ജില്ലാ ഭരണകൂടവും ആരോഗ്യ വകുപ്പും നൽകിയിട്ടുള്ളത്. വർഗീസ് പറയാണ് അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ്, രാത്രിയിൽ ഉഷ്ണവും ചൂടും ഉഷ്ണവും, അപ്പോൾ മണിക്കൂറുകൾ നീണ്ട കറണ്ടില്ലായ്മ, ബുദ്ധിപരമായ ലോഡ് ഷെഡിംഗ്, ചൂടും ആവിയും കൊണ്ട് പുളയുന്ന ജനം കഴുതകൾ എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ അത് തീരുമാനിച്ചുറപ്പിച്ച ലോഡ് ഷെഡിംഗ് അല്ല എന്ന് മന്ത്രി പറയുകയാണ്. മാത്രമല്ല അങ്ങനെ പലയിടത്തും കറണ്ട് പോകുന്നുണ്ട്, മാത്രമല്ല വോൾട്ടേജ് പലയിടത്തും കുറയുന്നുണ്ട്, അതൊക്കെ സത്യമാണ്. അങ്ങനെ കുറേ അധികം പറയുന്നുണ്ട്. ഭാസ്കരൻ പറയുന്നു ട്രാഫിക് നിയമം എല്ലാവരും പാലിക്കുക, വ്യക്തിവൈരാഗ്യം തീർക്കാൻ റോഡിൽ ഇറങ്ങരുത് എന്ന് പറയുന്നു. എന്തുകൊണ്ട് മേയർ രാജേന്ദ്രൻ MLAക്കും നിയമപരമായ വഴി തേടി കൂടായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അതിന് മുമ്പുള്ള CCTV ദൃശ്യം വെച്ച് ചോദിച്ചാൽ അപകടമായ രീതിയിൽ വണ്ടി ഓടിച്ചിരുന്നു എന്നൊക്കെ അറിയാമായിരുന്നല്ലോ. സാധാരണക്കാരാണെങ്കിൽ സൈഡ് തരാത്ത KSRTC ബസ്സിന് വട്ടവിട്ട എങ്ങനെ ഇരിക്കും എന്നൊക്കെ ഒരുപാട് പ്രേക്ഷകർ കമന്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അന്വേഷണം നടക്കട്ടെ, കാര്യം എങ്കിൽ മാത്രമല്ല അറിയാൻ കഴിയൂ എന്താണ് സത്യം, എന്താണ് മിഥ്യ. EP വിഷയത്തിൽ തീരുമാനം വാർത്താസമ്മേളനത്തിൽ വിശദീകരിക്കാൻ CPIM. ഉച്ചതിരിഞ്ഞ് 3:30 സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണും. വിഷയം CPIM സംസ്ഥാന സെക്രട്ടറി ചർച്ച ചെയ്തു. EP ജയരാജൻ യോഗത്തിൽ നിലപാട് വിശദീകരിക്കുകയും ചെയ്തു. VA ഗിരീഷാണ് ആ വാർത്തയുടെ വിവരങ്ങൾ വച്ചിരുന്നത്. ഗിരീഷ്, അപ്പോൾ 3:30 EP ജയരാജന്റെ കാര്യത്തിൽ നടപടിയുണ്ടോ എന്ന കാര്യമാണോ അറിയാൻ കഴിയുക, അതോ ചർച്ചയുടെ വിശദാംശങ്ങളാണോ അറിയാൻ കഴിയുക? ഗിരീഷ്. ഹാഷ്മി, ഈ വിഷയത്തിൽ പാർട്ടി ചർച്ച ചെയ്ത് എന്ത് തീരുമാനമാണ് എടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം 3:30 നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കും. അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിഷയം ഗൗരവമായി തന്നെ ചർച്ച ചെയ്തു എന്നുള്ളതാണ് ലഭിക്കുന്ന സൂചനകൾ. പ്രത്യേകിച്ച് ഈ വോട്ടെടുപ്പ് ദിവസം EP നടത്തിയ തുറന്ന പറച്ചിൽ അത് പാർട്ടിയെ വലിയ തരത്തിൽ പ്രതിരോധത്തിലാക്കി എന്ന ഒരു ആരോപണം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. ഇന്ന് ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലും ഇത് സംബന്ധിച്ച ആശങ്കകൾ നേതാക്കൾ ഉന്നയിക്കുകയും ചെയ്തു. കാരണം ഇത്തരത്തിലൊരു ചർച്ച നടന്നിട്ട് എന്തുകൊണ്ട് പാർട്ടി അറിയിച്ചില്ല എന്ന ചോദ്യമാണ് മിക്ക നേതാക്കളും ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ നേരത്തെ തന്നെ ഈ വിവാദ ദല്ലാൾ നന്ദകുമാറിൻ്റെ മാതാവിന് പൊന്നാടയിട്ട സമയത്ത്, ആ സംഭവം വിവാദത്തിലായ സമയത്തൊക്കെ പാർട്ടി ചില മുന്നറിയിപ്പുകൾ EP-ക്ക് നൽകിയിരുന്നു. ജാഗ്രതക്കുറവ് ഉണ്ടാകരുത്, ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമൊക്കെ നൽകിയിരുന്നു. പക്ഷേ എന്നിട്ടും ഈ സൗഹൃദം തുടരുന്നത് എന്തിന് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പാർട്ടിയുടെ വിവിധ കോണുകളിൽ നിന്നൊക്കെ നേരത്തെ ഉയർന്നതാണ്. ഇതെല്ലാം തന്നെ ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലും ഉയർന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ഇതിന് EP മറുപടി നൽകി. EP-യുടെ മറുപടിയിൽ പ്രധാനമായും പറഞ്ഞത് തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് പാർട്ടിയെ ആക്രമിക്കാനുള്ള ഒരു ശ്രമമാണ് ചിലരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇത് BJP-യുടെയും കോൺഗ്രസിൻ്റെയും ഒരു ആസൂത്രിത നീക്കമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് താൻ BJP-യിൽ ചേരുന്നുവെന്ന ഒരു പ്രചരണം ഇവർ നടത്തിയത്. അത് മറികടക്കണമെങ്കിൽ എന്താണ് സത്യസ്ഥിതി എന്ന് വെളിപ്പെടുത്തിയേ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച നടന്ന് അത് ഇന്ന കാര്യത്തിന് വേണ്ടിയായിരുന്നു എന്നുള്ളതും, അതായത് കഴിഞ്ഞ ദിവസം TG നന്ദകുമാർ പറഞ്ഞ അതേ വിഷയത്തിന് വേണ്ടിയായിരുന്നു എന്നുള്ളതും EP പറയാതെ പറയുന്നുണ്ട്. ഏതായാലും ഇക്കാര്യത്തിലൊക്കെയുള്ള പാർട്ടിയുടെ നിലപാട് ചർച്ച ചെയ്തു, സെക്രട്ടേറിയറ്റ് യോഗം ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ നിലപാട് അല്ലെങ്കിൽ തീരുമാനം ഏതായാലും 3:30 വാർത്താ സമ്മേളനത്തിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കുകയും ചെയ്യും. അതോടൊപ്പം CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്ത മറ്റൊരു പ്രധാന വിഷയം തെരഞ്ഞെടുപ്പ് അവലോകനമാണ്. സംസ്ഥാനത്ത് വലിയ തരത്തിലുള്ള നേട്ടമുണ്ടാക്കാൻ കഴിയും തെരഞ്ഞെടുപ്പിൽ എന്നുള്ളതാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് എത്തിച്ചേർന്നിരിക്കുന്ന ഒരു നിലപാട്. ഇത് പല ജില്ലകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ
അവലോകനം ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പൊതുനിലപാടിലേക്ക് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് എത്തിച്ചേർന്നിരിക്കുന്നത്. 10 മുതൽ 12 സീറ്റുകൾ വരെ ഇടതുമുന്നണിക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ ഒരു വിലയിരുത്തൽ. ഭരണവിരുദ്ധ വികാരത്തെയൊക്കെ പ്രചരണത്തിലൂടെ മറികടക്കാൻ ഇടതുമുന്നണിക്ക് കഴിഞ്ഞു എന്ന ഒരു പൊതുവിലയിരുത്തൽ കൂടി ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റിലുണ്ടായി. ഏതായാലും മികച്ച വിജയം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന ഒരു പൊതുവിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് CPIM ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഹാഷ്മി. ഓക്കെ, വി എ ഗിരീഷാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. 3:30 CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനം. അതിൽ സെക്രട്ടറി ചർച്ച ചെയ്ത കാര്യവും EP-ക്കെതിരെ നടപടി ഉണ്ടെങ്കിൽ അതും പറയുന്നത്. ഇർഷാദ് പുൽവട്ട പറയുന്നു ജാഗ്രതക്കുറവിൽ ഒതുങ്ങും നടപടി എന്ന് പറയുന്നു. വേറൊരു പ്രേക്ഷകൻ EP-ക്കെതിരെ ഒരു ചുക്കും ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും 3:30 വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്താണ് ഉണ്ടായത്. കാര്യം ആ തെരഞ്ഞെടുപ്പിന് അന്ന് രാവിലെ തന്നെ EP ജാവദേക്കർ കൂടിക്കാഴ്ച സ്ഥിരീകരിക്കുന്നത് വലിയ ക്ഷീണം ഉണ്ടാക്കി എന്നൊക്കെയുള്ള വിലയിരുത്തൽ CPIM-നുണ്ട്. അപ്പോൾ എന്താകും നടപടി എന്ന് കാത്തിരുന്ന് കാണാം. BJP സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രന്റെ പരാതിയിൽ TG നന്ദകുമാറിനെതിരെ പുന്നപ്ര പോലീസിന്റെ FIR. അപകീർത്തികരമായ പദപ്രയോഗം നടത്തിയെന്ന പരാതിയിലാണ് നടപടി. ഹരികൃഷ്ണ വിവരങ്ങൾ വച്ചിരുന്നു. ഹരി, ഏത് വകുപ്പിലാണ് കേസെടുത്തിരിക്കുന്നത്? എന്താണ് കേസിന്റെ വിശദാംശങ്ങൾ? ഹാഷ്മി, ഈ നന്ദകുമാർ പുതിയ ആരോപണങ്ങളുമായി രംഗത്ത് വന്ന സമയത്താണ് ഈ സാഹചര്യത്തിൽ ഈ പുന്നപ്ര പോലീസ് ഈ സംസ്ഥാന ഉപാധ്യക്ഷയായിട്ടുള്ള ശോഭാ സുരേന്ദ്രന്റെ പരാതിന്മേൽ ഒരു കേസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 509 വകുപ്പ് പ്രകാരമാണ് ഈ FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതായത് അപകീർത്തികരമായ പദപ്രയോഗം നടത്തി 25-ാം തീയതി ദല്ലാൽ നന്ദകുമാർ ഉന്നയിച്ച ആരോപണത്തിൽ ഈ തന്നെ അപമാനിച്ചു എന്ന തരത്തിലുള്ള ഒരു കേസാണ്. അന്ന് തന്നെ അത് മാധ്യമങ്ങളെ കണ്ട ശോഭാ സുരേന്ദ്രൻ പറയുകയും ചെയ്തതാണ്. DGP-ക്ക് അടക്കം പരാതി നൽകുകയും ചെയ്തതാണ്. അത്തരത്തിൽ 1 കോടി രൂപ വാങ്ങി ലഫ്റ്റനന്റ് ഗവർണർ ആകാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയെന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു. മാത്രമല്ല തന്നെ അപമാനിക്കാൻ ശ്രമിച്ചു എന്നതടക്കം മാധ്യമങ്ങളോട് പറഞ്ഞതാണ്. ആ സംഭവത്തിലാണ് DGP-ക്ക് അന്ന് തന്നെ പരാതി നൽകിയത്. ആ പരാതിയിന്മേലാണ് ഇന്ന് പുന്നപ്ര പോലീസ് ഈ നന്ദകുമാറിനെതിരെ FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഹാഷ്മി, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അതായത് നന്ദകുമാറിന്റെ പുതിയ ആരോപണങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിൽ ശോഭാ സുരേന്ദ്രൻ ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം മാധ്യമങ്ങളെ കാണുമെന്ന് കൂടിയാണ് അറിയിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഹരീഷാണ് അവിടെ നിന്ന് ശോഭാ സുരേന്ദ്രൻ വീണ്ടും മാധ്യമങ്ങളെ കാണുകയാണ്. പുതിയ വെളിപ്പെടുത്തൽ എന്താണ് ഉണ്ടാവുക? എന്തായാലും ആ സന്ദർശനത്തിൽ EP ജയരാജൻ, ദല്ലാൽ നന്ദകുമാർ, പ്രകാശ് ജാവദേക്കർ ആ ട്രയാങ്കിളിൽ കിടന്ന് രാഷ്ട്രീയം കൂടുതൽ ചർച്ചയാവുന്ന കാഴ്ചയാണ് വരും ദിവസം ഈ മണിക്കൂറുകളിലെ രാഷ്ട്രീയ കാലാവസ്ഥ. രാധാകൃഷ്ണൻ കാട്ടുപറമ്പിൽ പറയുകയാണ് KSRTC ഡ്രൈവേഴ്സ് അത്ര പുണ്യാളന്മാരൊന്നുമല്ല. ചെറിയ വണ്ടിയൊന്നും അവരുടെ കണ്ണിൽ തന്നെ പിടിക്കില്ല. ഒരു പരിധിവരെ ശരിയാണ്. KSRTC ഡ്രൈവർ മാത്രമല്ല, വലിയ വണ്ടി, സ്വകാര്യ ബസ് ആവട്ടെ, ടിപ്പർ പോലുള്ള വലിയ വണ്ടി ആകട്ടെ, ചിലത് വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ വണ്ടിക്കാരൊന്നും അവിടെ ഉണ്ടായതായി അവർ കണക്കാക്കുന്നതേ ഇല്ല. അമ്മാതിരി എടുത്തുകൊണ്ട് പോക്ക് ഉള്ള ഡ്രൈവർമാരുണ്ട്, നല്ല ഡ്രൈവർമാരുണ്ട് കേട്ടോ. ഇപ്പോൾ അതിൽ ബഹുഭൂരിപക്ഷം നല്ല ഡ്രൈവർമാരാണെങ്കിലും 1% അങ്ങനെ ഉണ്ട് എന്ന് രാധാകൃഷ്ണൻ വേണ്ടം പറഞ്ഞോളാം. ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശം ലംഘിച്ച് 100-ലധികം ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടത്തിയ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പരസ്യ വിചാരണ. 15 ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തി. തിരുവനന്തപുരം മുട്ടത്തറ ഗ്രൗണ്ടിലാണ് ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം വിചാരണ ടെസ്റ്റ് നടത്തിയത്. പരിശോധനയിൽ പരാജയപ്പെടുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പുതല നടപടി ഉണ്ടാകും. കഴിഞ്ഞ 3 മാസമായി സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന ഉദ്യോഗസ്ഥരെ മോട്ടോർ വാഹന വകുപ്പ് നിരീക്ഷിച്ചു വരികയായിരുന്നു. 60ഓളം ഉദ്യോഗസ്ഥർ പ്രതിദിനം 100-ലധികം ടെസ്റ്റുകൾ നടത്തിയെന്നാണ് കണ്ടെത്തൽ. ഇതിൽ വിവിധ ജില്ലകളിൽ നിന്നുള്ള 15 മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരെയാണ് മുട്ടത്തറയിൽ വിളിച്ചു വരുത്തി വിചാരണ ടെസ്റ്റ് നടത്തിയത്. മോട്ടോർ വാഹന വകുപ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥരാണ് ടെസ്റ്റിന് നേതൃത്വം നൽകിയത്. ഇത്രയും ടെസ്റ്റുകൾ എങ്ങനെ നടത്തിയെന്ന് ഉദ്യോഗസ്ഥർ പരിശോധിക്കും. ടെസ്റ്റിനെടുക്കുന്ന സമയം ഉൾപ്പെടെ രേഖപ്പെടുത്തി ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന് ഉദ്യോഗസ്ഥർ ഇന്ന് തന്നെ റിപ്പോർട്ട് നൽകും. പിഴവ് കണ്ടെത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടിക്കൊരുങ്ങുകയാണ് ഗതാഗത വകുപ്പ്. ബാക്കിയുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരെയും വരും ദിവസങ്ങളിൽ ടെസ്റ്റിന് വിളിപ്പിക്കും. 24 തിരുവനന്തപുരം. അതാ പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ മന്ത്രി പറയുകയാണ്, ഗ്രൗണ്ടുകൾ സജ്ജമാകാത്തതിനാൽ ടെസ്റ്റിൽ ഇളവുണ്ട്. ആദ്യ ഭാഗമായി എച്ചെടുക്കുന്നത് പഴയ രീതിയിൽ നിലവിലെ ഗ്രൗണ്ടിൽ തന്നെ എടുക്കാം. കയറ്റത്ത് നിർത്തി പുറകോട്ടെടുക്കുന്നതും പാർക്കിങ്ങും റോഡ് ടെസ്റ്റിനിടയിൽ ചെയ്യിക്കണം എന്നതാണ് പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം. മദ്യപിച്ച് ജോലിക്കെത്തുന്നവരെ കണ്ടെത്താൻ KSRTC വിജിലൻസ് എത്തിയതോടെ ജീവനക്കാർ കൂട്ടാവധി എടുത്ത് മുങ്ങി. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ മണ്ഡലമായ പത്തനാപുരം ഡിപ്പോയിലാണ് 12 ജീവനക്കാർ അകാരണമായി അവധിയെടുത്തത്. മദ്യപിച്ച് ജോലിക്കെത്തിയ 3 ജീവനക്കാരെ വിജിലൻസ് പിടികൂടുകയും ചെയ്തു. മദ്യപിച്ച് ജോലിക്കെത്തുന്നവരെ പിടികൂടാൻ ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശാനുസരണമാണ് KSRTC വിജിലൻസ് വിഭാഗം സംസ്ഥാനത്തെ ഡിപ്പോകളിൽ പരിശോധന നടത്തുന്നത്. പത്തനാപുരത്ത് പരിശോധന നിശ്ചയിച്ചിരുന്നത് ഇന്ന്. 3 പേർ പിടിയിലായതറിഞ്ഞതോടെ 12 ജീവനക്കാർ കൂട്ടാവധിയെടുത്ത് മുങ്ങുകയായിരുന്നു. 15 സർവീസുകൾ മുടങ്ങിയതോടെ യാത്രക്കാർ പെരുവഴിയിൽ. മണിക്കൂറോളം കൊണ്ട് നിൽക്കുക. ഇവിടെ എങ്ങനെയാ ബുദ്ധിമുട്ട്? ഒരിടത്ത് സമയത്തിന് ഇവിടെ ഇരിക്കാൻ സ്ഥലമില്ല. യാത്രാപ്രശ്നം പരിഹരിക്കാൻ ബദൽ സംവിധാനമൊരുക്കാൻ ഗതാഗത മന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശിച്ചു. അകാരണമായി അവധിയെടുത്ത ജീവനക്കാർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് ഗതാഗത മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. 2 ആഴ്ചക്കിടെ സംസ്ഥാനത്ത് മദ്യപിച്ച് ജോലിക്കെത്തിയ 250ഓളം KSRTC ജീവനക്കാരെയാണ് സസ്പെൻഡ് ചെയ്തത്. 24
കൊല്ലം. റോഷ്നി പറയുന്നു, യാത്രക്കാരെ ഇറക്കി വിട്ടത് മോശം പ്രവൃത്തിയായി പോയി. ഡ്രൈവറുടെ ഭാഗത്ത് തെറ്റുണ്ടോ എന്ന് മേയർ ചെയ്ത് ശരിയാണോ എന്നും പരിശോധിക്കണം. അപ്പോൾ എല്ലാ പരിശോധന നടക്കട്ടെ. നേരത്തെ പറഞ്ഞ പരിശോധന നടക്കട്ടെ. വണ്ടി ബ്ലോക്കാക്കിയിട്ട് മേയർ MLA തുടങ്ങിയവരുടെ മെഡിക്കൽ എന്ത് എടുത്തില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കമൻറ്റ് ബോക്സിൽ അതുമായി ബന്ധപ്പെട്ട അവരുടെ നിലപാടുകൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൻ്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച സ്ഥാനാർത്ഥികൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. രാജ്നാഥ് സിംഗ് ലക്നൌവിലും അമേഠിയിൽ സ്മൃതി ഇറാനിയും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പ്രചാരണം താഴെത്തട്ടിൽ ശക്തമാക്കാൻ BJP RSSന്റെ സഹായം തേടി. അതിനിടെ മധ്യപ്രദേശിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി BJPയിൽ ചേർന്നു. ഇൻഡോറിലെ സ്ഥാനാർത്ഥി അക്ഷയ് ബാം ആണ് പത്രിക പിൻവലിച്ച ശേഷം BJPയിൽ ചേർന്നത്. മഹാരാഷ്ട്രയിലെ 6 റാലികളിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുക. പടിഞ്ഞാറൻ മഹാരാഷ്ട്ര, മറാത്താവാദ മേഖലകളിലാണ് മോദിയുടെ പ്രചാരണം. പ്രധാനമന്ത്രിയുടെ വരവിന്റെ പശ്ചാത്തലത്തിൽ മഹാവികാസ് അഘാഡി ഇന്ന് പൂനെയിൽ നിശ്ചയിച്ചിരുന്ന റാലി റദ്ദാക്കി. അതേസമയം ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ഉത്തർപ്രദേശിൽ വൻ റാലിയുമായാണ് BJP സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ കളം നിറഞ്ഞത്. ക്ഷേത്രദർശനത്തിന് ശേഷമാണ് ലക്നൌവിലെ BJP സ്ഥാനാർത്ഥി രാജ്നാഥ് സിംഗിന്റെ പത്രികാ സമർപ്പണം. അമേഠിയിൽ സ്മൃതി ഇറാനിക്കായി മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് റോഡ് ഷോയിൽ പങ്കെടുത്തു. അമേഠി, റായ്ബറേലി മണ്ഡലങ്ങളിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്നാണ് നേതാക്കളുടെ പ്രതികരണം. പഞ്ചാബിലെ 4 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രഖ്യാപിച്ചു. മധ്യപ്രദേശിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി അക്ഷയ ബാം BJPയിൽ ചേർന്നു. 1-2 ഘട്ടങ്ങളിൽ പോളിംഗ് കുറഞ്ഞതിൽ ആശങ്കയിലായ BJP നേതൃത്വം ഹിന്ദുത്വ, ദേശീയത വിഷയങ്ങളിൽ പ്രചാരണം ശക്തമാക്കാനായി BJP RSSന്റെ സഹായം തേടി. 24 ഡൽഹി. മഹാരാഷ്ട്രയിൽ വഞ്ചിത് ബഹുജൻ അഘാഡിയാണ് മുഖ്യ പ്രതിപക്ഷമെന്ന് പ്രകാശ് അംബേദ്കർ. തന്നോടൊപ്പം സഖ്യമുണ്ടാക്കുന്നത് മുടക്കിയ കോൺഗ്രസ് നേതാക്കളുടെ പാർട്ടിയുടെ നാശത്തിനാണ് ശ്രമിക്കുന്നതെന്നും 24നോട് പ്രകാശ് അംബേദ്കർ പറയുന്നു. അംബേദ്കറുടെ നിലപാടുകളെ വിമർശിക്കുന്നു മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകൻ തുഷാർ ഗാന്ധിയും രംഗത്തെത്തി. മഹാരാഷ്ട്രയിലെ അക്കോളയുടെ മുഖമായ ക്ലോക്ക് ടവർ സ്വാതന്ത്ര്യത്തിന് മുൻപ് നിർമ്മാണം തുടങ്ങി സ്വാതന്ത്ര്യാനന്തരം ഉദ്ഘാടനം ചെയ്ത ഈ ക്ലോക്ക് ടവർ. പക്ഷേ ക്ലോക്ക് ടവർ കാണാൻ വേണ്ടിയല്ല അക്കോളയിൽ വന്നത്, പ്രകാശ് അംബേദ്കറെ നേരിൽ കാണാനാണ്. ഇത്തവണയും പ്രതിപക്ഷ വോട്ടുകൾ ഭിന്നിപ്പിച്ച് BJPയെ സഹായിക്കാനാണ് പ്രകാശ് അംബേദ്കറും വഞ്ചിത് ബഹുജൻ അഘാഡിയും ശ്രമിക്കുന്നതെന്ന കോൺഗ്രസ് ആരോപണത്തോട് അദ്ദേഹത്തിന് എന്താണ് പറയാനുണ്ടാവുക? നേരിൽ കണ്ട് നമുക്ക് ചോദിക്കാം. The fight now is between Vanchit Bahujan Aghadi and BJP. That is now even acknowledged by BJP. I was never there in the opposition alliance. You could get the benefit if you were in alliance with. Question is not there. Question is all the anti-BJP votes are now galvanizing towards us. ബാബാ സാഹേബ് അംബേദ്കറിന്റെ ഇളയ തലമുറ എന്ന തലയെടുപ്പുണ്ട് പ്രകാശ് അംബേദ്കറിന്. ഒറ്റയ്ക്ക് മത്സരം ജയിക്കാനുള്ള കെൽപ്പിനേക്കാൾ സമ്മർദ്ദ ശക്തിയായി അവസരങ്ങൾ നേടിയെടുക്കുന്നതിലാണ് VBAയ്ക്ക് മിടുക്ക്. 2019 കോൺഗ്രസ് മഹാരാഷ്ട്രയിൽ തകർന്നടിയുന്നതിൽ ഒരു കാരണം VBA പിടിച്ച ദളിത് OBC വോട്ടുകളാണ്. ഇത്തവണയും അതിനുള്ള ഒരുക്കമെന്നാണ് വിമർശനം. സഖ്യ ചർച്ചകൾ പൊളിച്ചതിൽ കുറ്റമത്രയും കോൺഗ്രസ് നേതാക്കൾക്ക്. If I may say so, Prithviraj Chavan is one of the Asti ka Nikhara in the Congress party. കോൺഗ്രസിലെ രണ്ടാം നിര നേതാക്കളും പ്രവർത്തകരും തന്നെ പിന്തുണയ്ക്കുമെന്ന പ്രതീക്ഷയിൽ വീണ്ടും ഒരിക്കൽ കൂടി അക്കോളയിൽ നിന്ന് പ്രകാശ് അംബേദ്കർ ജനവിധി തേടുകയാണ്. എന്നാൽ ഇക്കാണുന്നതെല്ലാം BJPക്ക് പ്രകാശ് അംബേദ്കർ നടത്തുന്ന നാടകമെന്നാണ് മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകൻ തുഷാർ ഗാന്ധിയുടെ വിമർശനം. Prakash Ambedkar's game has been exposed and his claim of representing Dalit votes is sounding more and more hollow. പാരമ്പര്യമല്ല, പ്രവർത്തനമാണ് ആളുകളുടെ മഹിമ തീരുമാനിക്കുന്നതെന്നും ഓർമ്മപ്പെടുത്തൽ. Both the legacies are very exploitable and it depends on how much you respect that legacy, because it's not the legacy of an individual, it's an ideology. മുംബൈയിൽ നിന്നും വരുൺ വീനാർക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. കോഴിക്കോട് വടകര ലോക്സഭാ മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ് വൈകിയതിനെതിരെ കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നാളെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകും. UDFന് ആധിപത്യമുള്ള ബൂത്തുകളിൽ വോട്ടെടുപ്പ് ബോധപൂർവ്വം വൈകിപ്പിച്ചു എന്നാണ് ആരോപണം. വോട്ടെടുപ്പ് നടപടിക്രമങ്ങളിൽ ഇത്രയും കാലതാമസം ഇതാദ്യം.
ഉദ്യോഗസ്ഥരുടെ പരിചയക്കുറവാകാം ഇതെന്ന വിശദീകരണമായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയത്. എന്നാൽ UDFന് ആധിപത്യമുള്ള ബൂത്തുകളിൽ തെരഞ്ഞെടുപ്പ് വൈകിപ്പിക്കാൻ ബോധപൂർവമായ ശ്രമം നടന്നു. ഇതിന് ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നു എന്നാണ് ആരോപണം. വോട്ടർ പട്ടികയിലെ ക്രമക്കേട്, നടപടിക്രമങ്ങളിലെ കാലതാമസം, ഓപ്പൺ വോട്ട് ക്രമക്കേട് എന്നിവയിലാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുക. അതായത് കേരളത്തിലെ മുഴുവൻ ഇലക്ഷൻ ഡെപ്യൂട്ടി തഹസിൽദാർമാരുടെ ഓഫീസുകളും CPMന്റെ വാറൂമുകളായിരുന്നു. വിശിഷ്യ കോഴിക്കോട് ലോക്സഭയിലും വടകര ലോക്സഭയിലും ഓപ്പൺ വോട്ടിൻ്റെ അകത്തുള്ള ക്രമവിരുദ്ധമായ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഈ പോളിംഗ് നീണ്ടുപോയത്, വോട്ടർ പട്ടിക ക്രമക്കേട്, ഈ 3 കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നാളെ ഇലക്ഷൻ കമ്മീഷൻ വരെ കൊടുക്കാൻ പോവാണ്. സംഭവിച്ചു. ഭാഗ്യവശാൽ ഞങ്ങൾ അതിജീവിച്ചു. ഇത്തരമൊരു സംഭവം ജനാധിപത്യ സംവിധാനത്തിൽ ഉണ്ടാകാൻ പാടില്ല. തെരഞ്ഞെടുപ്പ് ദിനത്തിലെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ വടകര ലോക്സഭാ മണ്ഡലത്തിൽ അട്ടിമറി ആരോപണം UDF മുന്നോട്ട് വെച്ചിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിലയിരുത്താൻ KPCC നേതൃയോഗം അടുത്ത മാസം 4-ന് തിരുവനന്തപുരത്ത് ചേരും. 24 കോഴിക്കോട്. മനീഷ് കവാഷ് ചോദിക്കുന്നു, ഹാഷ്മി ഒരു ചോദ്യം. പൊതുവായ കാരണങ്ങളില്ലാതെ വ്യക്തിപരമായ താല്പര്യത്തിന് പൊതുജനങ്ങളുടെ യാത്ര തടസ്സപ്പെടുത്താൻ മേയർക്ക് എന്ത് അധികാരം? ഒരു അധികാരമില്ല എന്നുള്ളത് സത്യമാണ്. ഇനി ഡ്രൈവർ മോശമായി അംഗം കാണിച്ചെങ്കിൽ, മോശമായി അപകടകരമായ വണ്ടി ഓടിച്ചെങ്കിൽ നിയമപരമായ വഴി തന്നെയായിരുന്നു വേണ്ടേണ്ടിയിരുന്നത്. ഇപ്പോൾ ഗ്രീൻ സിഗ്നൽ റെഡ് സിഗ്നലാണെങ്കിലും വണ്ടി വട്ടമിട്ട് തടയാനൊന്നും ആർക്കും അധികാരമില്ല. നിയമം കയ്യിലെടുക്കാനൊക്കെ ആർക്കാണ് അധികാരം? അങ്ങനെയൊക്കെ അധികാരം മേയർക്കോ MLAക്കോ ഒന്നുമില്ല. ഇപ്പോൾ നേരത്തെ ഒരുപാട് പ്രേക്ഷകർ ചോദിക്കും, നമ്മൾ പൊതുജനമാണെങ്കിൽ അങ്ങനെ തടഞ്ഞാൽ എന്താകും അവസ്ഥ? അത് ചോദ്യമാണ്. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്, അങ്ങനെയല്ലേ? പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ ഇളവ്. ഗ്രൗണ്ടുകൾ സജ്ജമാകാത്തതിനാണ് ഇളവ് നൽകിയത്. പഴയ രീതിയിൽ നിലവിലെ ഗ്രൗണ്ടിൽ എച്ചെടുക്കാം. അഖിൽ ഷാ അൻസാർ വിവരങ്ങൾ വച്ചിരുന്നു. അഖിൽ, അപ്പോൾ ഈ കയറ്റത്തിൽ നിർത്തൽ പോലെയുള്ള പുതിയ കാര്യങ്ങളൊക്കെ നിർദ്ദേശം എങ്ങനെയാണ്? ഹാഷ്മി, ഇനി ഈ മെയ് 1-നാണ് ഇതുമായി ബന്ധപ്പെട്ട ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരം നടപ്പിലാക്കാനായിട്ട് സർക്കാർ തീരുമാനിച്ചിരുന്ന ഒരു സമയം എന്ന് പറയുന്നത്. പക്ഷേ കേരളത്തിലെ ഒരു ഡ്രൈവിംഗ് ഗ്രൗണ്ടുകളും ഇത്തരത്തിൽ ആധുനികമായ രീതിയിൽ സജ്ജീകരിച്ചിട്ടില്ലായിരുന്നു. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഈ എച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പഴയ ഗ്രൗണ്ടിൽ തന്നെ എടുക്കാമെന്നുള്ളൊരു തീരുമാനത്തിൽ സർക്കാരും അതുപോലെ തന്നെ ഗതാഗത വകുപ്പും എത്തിയിരിക്കുന്നത്. ഈ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലൊരു തീരുമാനവും എടുത്തിട്ടുള്ളത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ICU പീഡന കേസിലെ അതിജീവിത ഉത്തരമേഖല IG കണ്ട് കാര്യങ്ങൾ പറഞ്ഞു. അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് വിശദാംശങ്ങൾ തേടുമെന്ന് IG അറിയിച്ചുവെന്ന് അതിജീവിത പറയുന്നുമുണ്ട്. ICU പീഡന കേസിൽ നീതി തേടി അതിജീവിത. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ICU പീഡന കേസിൽ സമരം പുനരാരംഭിച്ച അതിജീവിത. ഡോക്ടർ KV പ്രീതിക്കെതിരെ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് ആവശ്യപ്പെട്ട് സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിന് മുന്നിലാണ് സമരം. അതിജീവിത ഉത്തരമേഖല IG കണ്ടെങ്കിലും കേസ് കോടതിയിലായതിനാൽ അന്വേഷണ റിപ്പോർട്ട് നൽകാനാവില്ല എന്നാണ് നിലപാട്. അതിജീവിത മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയെ തുടർന്ന് കഴിഞ്ഞ 21-നാണ് പരാതി അന്വേഷിക്കാൻ സംസ്ഥാന പോലീസ് മേധാവി IG ചുമതലപ്പെടുത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ 3 ദിവസത്തിനകം നൽകാമെന്ന് IG ഉറപ്പ് നൽകിയതോടെ അതിജീവിത സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും മറുപടി ലഭിക്കാത്തതോടെയാണ് സമരം പുനരാരംഭിച്ചത്. മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയിന്മേൽ മുഖ്യമന്ത്രി IG-നോട് അന്വേഷിക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ IG-യെ കണ്ടപ്പോൾ 3 ദിവസത്തിനകം റിപ്പോർട്ട് തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ 5 ദിവസമായി ഇതുവരെ മറുപടി ഒന്നും ലഭിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് റിപ്പോർട്ട് കിട്ടുന്നവരെ സമരം തുടരാമെന്ന് തീരുമാനിച്ചു. സർക്കാരും ആരോഗ്യവകുപ്പും ഒളിച്ചു കളിക്കുന്നുവെന്നും അതിജീവിത ആരോപിച്ചു. ഈ കേസ് ഒരു അട്ടിമറിക്കാനുള്ള ഒരു തീരുമാനമായിട്ടാണ് തോന്നുന്നത്. അല്ലെങ്കിൽ ഇത്രയും 1 വർഷമായിട്ടും ഈ റിപ്പോർട്ട് തരാതെ ഇവരിങ്ങനെ പിടിച്ചു വെക്കേണ്ട ആവശ്യമില്ലല്ലോ. മൊഴിയെടുത്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ KV പ്രീതിക്കെതിരായ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് ആവശ്യപ്പെട്ടാണ് അതിജീവിതയുടെ സമരം. 2023 മാർച്ച് 18-നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ICUവിൽ യുവതി പീഡനത്തിനിരയായത്. 24 കോഴിക്കോട്. ഇടുക്കിയിലെ മനുഷ്യ വന്യജീവി സംഘർഷത്തിന് പരിഹാരമായി ചിന്നക്കനാൽ മൂന്നാർ ആനത്താര പുനഃസ്ഥാപിക്കണമെന്ന് വിദഗ്ധ സമിതി. ചിന്നക്കനാൽ മേഖലയിലെ കോളനികൾ മാറ്റി സ്ഥാപിക്കണമെന്നും നിർദ്ദേശമുണ്ട്. അരിക്കമ്പനെ പിടികൂടുന്നതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശപ്രകാരം നിയോഗിച്ച വിദഗ്ധ സമിതിയാണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചത്. മൂന്നാർ ചിന്നക്കനാൽ മേഖലയിലെ മനുഷ്യ വന്യജീവി സംഘർഷത്തിന് പരിഹാരം കാണുന്നതിനുള്ള നിർദ്ദേശങ്ങളാണ് വിദഗ്ധ സമിതി റിപ്പോർട്ടിലുള്ളത്. ചിന്നക്കനാൽ മുതൽ മൂന്നാർ വരെയുള്ള ആനത്താറകൾ പുനഃസ്ഥാപിക്കണമെന്നാണ് പ്രധാന നിർദ്ദേശം. കാട്ടാന ആക്രമണം നിരന്തരമുണ്ടാകുന്ന ചിന്നക്കനാലിലെ 301-86 കോളനികൾ മാറ്റിസ്ഥാപിച്ച സംരക്ഷിത മേഖലയായി പ്രഖ്യാപിക്കണമെന്നും റിപ്പോർട്ടിലുണ്ട്. റേഷൻ കടകൾക്ക് ഫെൻസിംഗ് സംരക്ഷണം ഒരുക്കണം. രാത്രി 7 മണിക്ക് ശേഷമുള്ള വിനോദസഞ്ചാര പ്രവർത്തനങ്ങളും നിയന്ത്രിക്കണമെന്നും വിദഗ്ധ സമിതി റിപ്പോർട്ടിൽ നിർദ്ദേശമുണ്ട്. മൂന്നാർ മേഖലയിൽ പതിവായി ശല്യമുണ്ടാക്കുന്ന പടയപ്പയെ പിടിച്ചുമാറ്റുന്നത് പ്രശ്നപരിഹാരമല്ല. പ്രദേശത്തെ മാലിന്യ പ്രശ്നം പരിഹരിക്കണം.
മാട്ടുപ്പെട്ടി, ടോപ്പ് സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന കടകൾ മാറ്റണമെന്നുമാണ് പ്രശ്നപരിഹാരമായി സമിതി ചൂണ്ടിക്കാട്ടുന്നത്. 24 കൊച്ചി. മൂന്നാറിലെ കാട്ടുകൊമ്പൻ പടയപ്പ വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങി. ഇന്നലെ രാത്രി ദേശീയപാതയിൽ വാഹനങ്ങൾ തടഞ്ഞു. പെരിയവരെ എസ്റ്റേറ്റിലാണ് കാട്ടാന ഇപ്പോൾ തമ്പടിച്ചിട്ടുള്ളത്. ഇടവേളകളില്ലാതെ കാട്ടുകൊമ്പൻ പടയപ്പ ജനവാസ മേഖലകളിൽ ഇറങ്ങുകയാണ്. ആന ദിവസവും കിലോമീറ്ററുകളോളം സഞ്ചരിക്കുന്നുണ്ടെങ്കിലും ജനവാസ മേഖലയിൽ നിന്ന് പോകുന്നില്ല. ഇന്നലെ രാത്രി പെരിയവര എസ്റ്റേറ്റിനോട് ചേർന്ന് ദേശീയപാതയിലെത്തിയ പടയപ്പ വാഹനങ്ങൾ തടഞ്ഞു. അരമണിക്കൂറിന് ശേഷം RRT എത്തിയാണ് പടയപ്പയെ റോഡിൽ നിന്ന് മാറ്റിയത്. പെരിയവര എസ്റ്റേറ്റ് മേഖലയിലാണ് ഇപ്പോൾ ആനയുള്ളത്. RRT സംഘം ആനയെ നിരീക്ഷിക്കുന്നുണ്ട്. പടയപ്പയെ അനാവശ്യമായി പ്രകോപിപ്പിക്കരുതെന്ന മുന്നറിയിപ്പും വനംവകുപ്പ് നൽകിയിട്ടുണ്ട്. 24 ഇടുക്കി. മധ്യപ്രദേശിലെ ഖജുറാഹോയിലും BJPക്ക് എതിർ സ്ഥാനാർത്ഥിയില്ല. സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥിയുടെ പത്രിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിയതോടെയാണ് BJPക്ക് എതിർ സ്ഥാനാർത്ഥി ഇല്ലാത്തത്. ശ്രീനാഥ് കോൺഗ്രസ് കൊടുത്ത സീറ്റാന്ന് തോന്നുന്നു സമാജ്വാദി പാർട്ടിക്ക്. ആ പത്രിക എന്താണ് ഉണ്ടായത് ശ്രീനാഥ്? മധ്യപ്രദേശിൽ രണ്ടിടത്താണ് കോൺഗ്രസിന് വലിയ ക്ഷീണമുണ്ടാകുന്നത്. അതിൽ ഇൻഡോറാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇൻഡോറിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പത്രിക പിൻവലിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹം നേരെ പോയി BJP ക്യാമ്പിലെത്തുകയും BJP അംഗത്വം സ്വീകരിക്കുകയും ചെയ്തു. അക്ഷയ് കാന്തി ബാം എന്ന സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പോയത്. അവിടെ ഇപ്പോൾ ശങ്കർ ലാൽവാനിയാണ് BJP സ്ഥാനാർത്ഥി. അദ്ദേഹത്തിന് ഇപ്പോൾ കാര്യമായ ഒരു എതിരില്ല. സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ചിലർ മാത്രമേ ആ മണ്ഡലത്തിലുള്ളൂ. 89 മുതൽ തുടർച്ചയായി BJP വിജയിക്കുന്ന മണ്ഡലമാണ് ഇൻഡോർ. ഇൻഡോറിലുള്ള 7 നിയമസഭാ മണ്ഡലങ്ങളിലും BJP തന്നെയാണ് വിജയിക്കുന്നത്. അങ്ങനെ BJPക്കുള്ള ഒരു കരുത്തുള്ള ഒരു മണ്ഡലത്തിലാണ്, നേരത്തെ സൂറത്തിൽ കണ്ടതുപോലെ BJPക്ക് കരുത്തുള്ള ഒരിടത്താണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇത്തരത്തിൽ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നത്. അതിനൊപ്പമാണ് മധ്യപ്രദേശിലെ ഖജുറാഹോയിലും BJPക്ക് എതിരില്ലാതെ വരുന്നത്. ഇവിടെ ഇന്ത്യ അലയൻസിന്റെ ഭാഗമായി കോൺഗ്രസ് SP-ക്ക് വിട്ടു നൽകിയ സീറ്റാണ്. ഇതും നേരത്തെ സ്ഥിരമായി BJP വിജയിച്ചു വരുന്ന ഒരു മണ്ഡലമാണ്. അവിടെ SP സ്ഥാനാർത്ഥിയുടെ പത്രിക, മീര യാദവിന്റെ പത്രിക ഇപ്പോൾ തള്ളിയിട്ടുണ്ട്. അവിടെ ഇപ്പോൾ VD ശർമ്മയ്ക്ക്, സംസ്ഥാന അധ്യക്ഷന്, BJP സ്ഥാനാർത്ഥിക്ക് ഇപ്പോൾ എതിരില്ലാത്ത അവസ്ഥയാണ്. അവിടെയും BJP തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ വിജയം ഉറപ്പിക്കുന്നുണ്ട്. ചില സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ഉള്ളതുകൊണ്ടാണ് ഔദ്യോഗികമായി BJP വിജയിച്ചു എന്ന് പ്രഖ്യാപിക്കാൻ കഴിയാത്തത്. ഏതായാലും ഇൻഡോറിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി, നേരത്തെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന ആളുടെ ആദ്യത്തെ പ്രതികരണവും വന്നിട്ടുണ്ട്. ഇതുവരെ നൽകിയ അവസരങ്ങൾക്കൊക്കെ തന്നെ നന്ദിയുണ്ട്. തെരഞ്ഞെടുപ്പിൽ, രാഷ്ട്രീയത്തിൽ വിജയിക്കുകയും തോൽക്കുകയും ഒക്കെ തന്നെ സ്വാഭാവികമാണ്. അതിനപ്പുറത്തേക്ക് തങ്ങളുടെ വാക്കുകൾ ജനങ്ങൾ കേൾക്കുകയും ജനങ്ങൾ ഒപ്പം നിൽക്കുകയും ജനങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുകയാണ് പ്രധാനമെന്നും അദ്ദേഹം പറയുന്നു. ഹഷ്മി. തിരുവനന്തപുരം മുതലപ്പുഴയിൽ വീണ്ടും വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു. പുതുക്കുറിച്ചി സ്വദേശി ജോൺ ഫെർണാണ്ടസ് ആണ് മരിച്ചത്. പുലർച്ചെ 3:30യോടെയായിരുന്നു അപകടം. മീൻ പിടിക്കാൻ ഫൈബർ വെള്ളത്തിൽ പോകുന്നതിനിടയിലാണ് ശക്തമായ തിരയിൽപ്പെട്ട് വള്ളം മറിഞ്ഞത്. 6 പേരായിരുന്നു വള്ളത്തിലുണ്ടായിരുന്നത്. 5 പേർ നീന്തി രക്ഷപ്പെട്ടു. ഒഴുക്കിൽപ്പെട്ട ജോണിനെ രക്ഷപ്പെടുത്താൻ മത്സ്യത്തൊഴിലാളികൾ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനൊടുവിൽ 6 മണിയോടെയാണ് ജോണിന്റെ മൃതദേഹം കണ്ടെത്തിയത്. കഠിനംകുളം പുതുക്കുറിച്ചി സ്വദേശിയാണ് മരിച്ച ജോൺ. 50 വയസ്സായിരുന്നു. നജീബ്, അൻസിൽ, സിദ്ദിഖ്, അൻസാരി, സജീബ് എന്നിവരാണ് രക്ഷപ്പെട്ടത്. ഇവരിൽ അൻസാരി, സജീബ് എന്നിവരെ പരിക്കുകളോടെ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. പുതുക്കുറിച്ചി സ്വദേശി നജീബിന്റെ ഉടമസ്ഥതയിലുള്ള വള്ളമാണ് മറിഞ്ഞത്. ഈ മാസം മുതലപ്പുഴയിലുണ്ടാകുന്ന 3ാമത്തെ അപകടമാണ് ഇന്നത്തേത്. 24 തിരുവനന്തപുരം. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് വീണ്ടും ഇഡിക്ക് മുന്നിൽ ഹാജരായി. അറസ്റ്റിനെ ഭയപ്പെടുന്നില്ല എന്ന് വർഗീസ് പറയുന്നു. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ 6ാം തവണയാണ് CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിനെ ED ചോദ്യം ചെയ്യുന്നത്. ഈ മാസം 22-ന് ഹാജരാകാൻ കാണിച്ചു നൽകിയ നോട്ടീസിന് തെരഞ്ഞെടുപ്പ് തിരക്കുകൾ കാരണം ഹാജരാകാൻ കഴിയില്ലെന്ന് MM വർഗീസ് മറുപടി നൽകിയിരുന്നു. പിന്നീട് വോട്ടെടുപ്പിന് മുൻപ് തുടർച്ചയായി ED നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും MM വർഗീസ് ഇതേ കാരണം ചൂണ്ടിക്കാട്ടി ഹാജരായിരുന്നില്ല. പിന്നാലെ ഇന്ന് ഹാജരാകണമെന്ന് ED ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് MM വർഗീസ് കൊച്ചിയിലെ ED ഓഫീസിലെത്തിയത്. അറസ്റ്റിനെ ഭയപ്പെടുന്നില്ലെന്നും തുടർച്ചയായി ചോദ്യം ചെയ്യുന്നത് എന്തിനെന്ന് EDയോട് ചോദിക്കണമെന്നും MM വർഗീസ്. ഞാൻ അവരുടെ മുമ്പിട്ട് അവര് വിളിച്ചു നമ്മളങ്ങോട്ട് ചെല്ലട്ടെ. ഓക്കെ. എന്ത് എന്താ ഭയം? എന്താ ഇതില് ഒരു ഭയമില്ല. കരുവന്നൂർ ബാങ്കിൽ ഉൾപ്പെടെ CPIMന് അനധികൃത അക്കൗണ്ടുകളുണ്ടെന്നാണ് EDയുടെ കണ്ടെത്തൽ. ഈ അക്കൗണ്ട് വിവരങ്ങളുടെ രേഖകൾ ഹാജരാക്കാനും ED MM വർഗീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്.
ബിനാമി ലോണുകൾ അനുവദിച്ചതിലൂടെയുള്ള കമ്മീഷൻ തുക ഈ അക്കൗണ്ടുകളിലേക്ക് എത്തിയെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തൽ. 24 കൊച്ചി. മുസ്ലിം ലീഗിനെയും ചന്ദ്രിക ദിനപത്രത്തെയും വിമർശിക്കുന്നു സമസ്ത മുഖപത്രമായ സുപ്രഭാതം. കമ്മ്യൂണിസം പ്രചരിപ്പിക്കുന്നുവെന്നത് പ്രതിയോഗികളുടെ പ്രചാരണമെന്നാണ് ലേഖനത്തിലെ വിമർശനം. സമസ്തയും മുസ്ലിം ലീഗും സുപ്രഭാതവും എന്ന തലക്കെട്ടോടെയുള്ള ലേഖനത്തിലാണ് സുപ്രഭാതം MDയും സമസ്ത നേതാവുമായ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ വിമർശനം. സുപ്രഭാതം കമ്മ്യൂണിസം പ്രചരിപ്പിക്കുന്നു എന്നാണ് പ്രചാരണം. ഇക്കാര്യം നിഷ്പക്ഷമായി വിലയിരുത്തണം. പത്രത്തിന്റെ പൊതുമുഖം നിലനിർത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇരു മുന്നണികളുടെയും പരസ്യം നൽകിയത്. കഴിഞ്ഞ 10 വർഷവും പരസ്യം നൽകി. എന്നാൽ ഇത്തവണ LDF പരസ്യം നൽകുകയും UDF പരസ്യം നൽകാതിരിക്കുകയും ചെയ്ത സാഹചര്യമാണ് തെറ്റിദ്ധാരണയുണ്ടാകാൻ ഇടയാക്കിയത്. സുപ്രഭാതം പത്രത്തിനോട് മാത്രം എന്തിനാണിത്ര അരിശമെന്നും ചോദ്യം. മുസ്ലിം ലീഗിനും സമസ്തയ്ക്കുമിടയിൽ വിഭാഗീയത വളർത്താൻ ശ്രമിക്കുന്നവരെ തിരിച്ചറിയണമെന്നും ലേഖനത്തിൽ പറയുന്നു. സുപ്രഭാതത്തിൽ LDFന്റെ പരസ്യം വന്നതും പിന്നാലെ മുസ്ലിം ലീഗ് പ്രവർത്തകൻ പത്രം കത്തിച്ചതും വിവാദമായിരുന്നു. ഇത് സമസ്തയ്ക്കുള്ളിൽ മുറിവുണ്ടാക്കി എന്ന് വ്യക്തമാക്കുന്നതാണ് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ ലേഖനം. 24 കോഴിക്കോട്. മാർത്തോമാ സഭയിലെ മുതിർന്ന വൈദികൻ A. നൈനാൻ ഉമ്മൻ അന്തരിച്ചു. 96 വയസ്സായിരുന്നു. മാർത്തോമാ സഭയുടെ വൈദിക ശുശ്രൂഷയിൽ പ്രവേശിച്ച ആദ്യ വൈദികനാണ്. തെക്കൻ തിരുവിതാംകൂർ ഇടവകകളുടെ രൂപീകരണത്തിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. മറ്റന്നാൾ 2 മണിക്ക് പാറ്റൂർ സെന്റ് തോമസ് മാർത്തോമ പള്ളിയിലാണ് സംസ്കാരം. പരേതയായ KV ഇറ്റന്നെയാണ് ഭാര്യ. ഖുർആൻ പഠന കേന്ദ്രമായ സലഫി ലേണിംഗ് ആൻഡ് റിസർച്ച് സെന്ററിന്റെ പൊതുപരീക്ഷ കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം ജില്ലകളിൽ നടന്നു. 5000-ഓളം പേർ പരീക്ഷ എഴുതി. കാലിക്കറ്റ് സർവകലാശാലയുടെ അംഗീകാരമുള്ളതാണ് 3 വർഷത്തെ കോഴ്സ്. സമൂഹത്തിൽ അന്ധവിശ്വാസങ്ങളും വർഗീയതയും ഇല്ലാതാക്കാൻ പഠിതാക്കളെ പ്രാപ്തരാക്കുകയാണ് സ്ഥാപനത്തിന്റെ ലക്ഷ്യമെന്ന് ഡയറക്ടർ KV അബ്ദുൽ ലത്തീഫ് മൗലവി പറഞ്ഞു. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം ജില്ല 3 ജില്ലകളിൽ ഇതേ സമയത്ത് എക്സാം നടക്കുന്നു. ഈ സ്ഥലങ്ങളിലെല്ലാം കൂടിയായി മൊത്തം 5000-ലധികം ആളുകൾ എക്സാം എഴുതുന്നുണ്ട്. ഇതിൽ ഡോക്ടർമാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, പ്രൊഫസർമാരുണ്ട്, പോലീസ് ഓഫീസർമാരുണ്ട്. എല്ലാ വകുപ്പിലെയും ആണും പെണ്ണുങ്ങളാണ് ഈ എക്സാം എഴുതുന്നത്. ഇത് 5 വർഷത്തെ കോഴ്സാണ്. പക്ഷേ എല്ലാ വർഷവും നമ്മൾ ഏണൽ എക്സാം നടത്തുകയും പൊതുപരീക്ഷയിൽ വിജയികളായ ആളുകൾക്ക് ഗോൾഡ് മെഡൽ സമ്മാനിച്ച് അവർക്കൊരു പ്രത്യേക സർട്ടിഫിക്കറ്റ് നൽകുകയും ചെയ്യും. ആ സർട്ടിഫിക്കറ്റ് ഉള്ള ആളുകൾ ഇവിടുത്തെ അധ്യാപകരുമാണ്. അപ്പോൾ അവിടെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന തലമുറയെ വളർത്തുകയാണ്. വെറും പ്രൊഫഷണൽ കില്ലർമാരല്ല ഇവിടെ പഠിപ്പിക്കുന്നത്. പ്രൊഫഷണലായിട്ട് വന്ന ആളുകളല്ല. ഇവിടെ പഠിപ്പിക്കാൻ പ്രാപ്തരായ ആളുകൾ ട്രെയിൻ ചെയ്ത് അവരെ വളർത്തിയെടുത്താണ്. അവരാണ് അധ്യാപകർ, അവരാണ് ഇവിടുത്തെ പഠിതാക്കൾ. അപ്പോൾ നമ്മുടെ ഉച്ചവാർത്ത യാത്ര തൽക്കാലം പൂർണ്ണമാവും. നമ്മൾ